രാജഗോപാൽ സാർ കഴിഞ്ഞ ദിവസം നടന്ന കേരള കോൺഗ്രസിന്റെ കമ്മിറ്റിയിൽ അതിനുശേഷമുണ്ടായ ഒരു തീരുമാനം മധ്യമേഖലാ ജാഥ നയിച്ചുകൊണ്ട് 13 സീറ്റുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് ആ, മാണി വിഭാഗം, അതായത് ജോസ് കെ മാണി വിഭാഗം LDF-ൽ തന്നെ തുടരാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ്. പക്ഷേ അവിടെ ഉയർന്നു വരുന്ന മറ്റൊരു ചോദ്യം, ജോസ് കെ മാണിയുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ഇതിനെതിരെ ഒരു അസ്വാരസ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും തരത്തിൽ അത്തരത്തിലുള്ള ഒരു വാർത്ത പുറത്തു വരാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. കാരണം MP ജോസഫ് IAS നമുക്കറിയാം, ജോസ് കെ മാണിയുടെ അളിയനാണ്. അത്തരത്തിൽ ഇദ്ദേഹം എന്ത് തീരുമാനമെടുക്കും? ഇവർ തമ്മിൽ ഏതെങ്കിലും തരത്തിൽ വീണ്ടും ഒരു അഭിപ്രായ ഭിന്നത രൂക്ഷമാകാനുള്ള സാധ്യതയുണ്ടോ എന്നതാണ് ചോദ്യം. അപ്പൊ ഇന്നലെ നമ്മൾ ഇതേ സമയത്ത് സംസാരിക്കുമ്പോൾ ഈ കേരള കോൺഗ്രസ് മാണി വിഭാഗം എങ്ങോട്ട് പോകും, അവരെ UDF-ലേക്ക് തിരിച്ചു പോകുന്നു എന്ന സൂചനകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഉച്ചയോടുകൂടി ആ പരസ്യ പ്രഖ്യാപനം വന്നു. ശ്രീ ജോസ് കെ മാണി തന്നെ അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചു, ഞങ്ങൾ LDF-ൽ തന്നെ തുടരും, അല്ലാതൊരു മാറ്റവുമില്ല, ഞങ്ങൾ UDF-ലേക്ക് പോകുന്നില്ല. അദ്ദേഹം അതിനെടുക്കാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തോടൊപ്പം 5 MLA-മാരാണ് അവർക്കുള്ളത്. അതിൽ 2 പേര് പിന്നെ ഈ LDF-ലേക്ക് പോകണം എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചാൽ അവർ അത്തരങ്ങൾ ഉറച്ച തീരുമാനങ്ങളായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയൊക്കെയുള്ള വാർത്തകളാണ് പുറത്തു വന്നത്. ഒരാൾ ന്യൂട്രലായിട്ട് നിന്നു. അപ്പോൾ ശരിക്കും ജോസ് കെ മാണിയോടൊപ്പം 2 MLA-മാരെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ചില പത്രവാർത്തകളും ചാനൽ വാർത്തകളും ഒക്കെ കാണിക്കുന്നത്. ആ സമയത്തൊരു വിഷമഘട്ടം, അത്തരത്തിലൊരു വിഷമസന്ധിയാണ് ജോസ് കെ മാണിയെ കൊണ്ട് ഇത്തരം ഒരു തീരുമാനം LDF-ൽ തന്നെ ഉറച്ചു നിൽക്കാം എന്നുള്ള തീരുമാനം എടുപ്പിച്ചെന്നാണ് പറയുന്നത്. എന്തായാലും തീരുമാനം വന്നു, LDF-ൽ തന്നെ ഉറച്ചു നിൽക്കും. മധ്യമേഖലാ ജാഥ, LDF-ന്റെ മധ്യമേഖലാ ജാഥ നയിക്കുന്നത് ജോസ് കെ മാണി തന്നെ ആയിരിക്കും എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു. പക്ഷെ ഇന്ന് വന്നതല്ല, ഇന്ന് വരെ വന്നിരിക്കുന്ന ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ശ്രീ ജോസ് മാണി എവിടെ മത്സരിക്കുമെന്നുള്ളതാണ്. അതാണ് ഒരു വലിയ ചോദ്യമായിട്ട് വരുന്നത്. 13 സീറ്റുകളാണ് അവർ ആവശ്യപ്പെടുന്നത്. അതിന് പുറമെ പാലക്കാട് വരെ മത്സരിക്കാമെന്നാണ് പറയുന്നത്. രാഹുൽ മാങ്കൂട്ടം ഇപ്പം രാജിവെച്ചിട്ടില്ല, പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്ന പാലക്കാട് സീറ്റിൽ അവർ മത്സരിക്കാമെന്നാണ് പറയുന്നത്. അതിന്റെ അടിസ്ഥാനം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അവിടുത്തെ വോട്ട് ബാങ്കുകൾ എങ്ങനെയാണെന്ന് നമുക്കൊരു മനസ്സിലാകുന്നില്ല, ഏത് ഇക്വേഷനിലാണ് അത് പറയുന്നത് എന്നുള്ളത്. എന്തായാലും 13 സീറ്റുകൾ, കഴിഞ്ഞ തവണ കിട്ടിയ 13 സീറ്റുകൾ അവർക്ക് കിട്ടുകയാണെങ്കിൽ ശ്രീ ജോസ് കെ മാണി ഇവിടെ മത്സരിക്കും. കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ അവരുടെ സ്വന്തം തട്ടകം അദ്ദേഹത്തിന്റെ പിതാവ് 50-ലേറെ വർഷം കാത്തു സൂക്ഷിച്ച പാലായിൽ തന്നെ അദ്ദേഹം മത്സരിക്കേണ്ടി വരും. സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ. അപ്പൊ അവിടെ ജോസ് കെ മാണി അല്ലാതെ ഒരു മറ്റൊരു സ്ഥാനാർത്ഥിയെ കുറിച്ച് തൽക്കാലം അവർക്ക് ചിന്തിക്കാൻ പറ്റുകയില്ല. അല്ലെങ്കിൽ ജോസ് കെ മാണി തന്നെ ഒഴിഞ്ഞു കൊടുത്തിട്ട് മറ്റാരെയും നിശ്ചയിക്കണം. അത് തന്നെയല്ല, അവിടുത്തെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം വെച്ച് പരിഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇപ്പോഴേ മാണി സി കാപ്പൻ എന്ന് പറയുന്ന മറ്റൊരു ഉഗ്രപ്രതാപിയായ ഒരു ആളാണ് ഇപ്പൊ അവിടെ MLA ആയിട്ട് നിൽക്കുന്നത്. അദ്ദേഹവും KM മാണി അദ്ദേഹത്തെ ആ കുടുംബത്തെ പോലെ തന്നെ വലിയ കരിങ്കോഴയ്ക്കൽ കുടുംബത്തെ പോലെ തന്നെ വലിയ രാഷ്ട്രീയപരമായിട്ട് ഒരുപാട് പാരമ്പര്യവും പശ്ചാത്തലവും ഉള്ളതാണ് ഈ കാപ്പൻ ഫാമിലി എന്ന് പറയുന്നത്. അപ്പൊ അത് അവിടുത്തെ മാണി സി കാപ്പനാണ്. അദ്ദേഹം സിനിമാ നിർമ്മാതാവാണ്, വലിയ വലിയ സമ്പന്നനുമാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തോടാണ് എതിരിടേണ്ടി വരുന്നത്. അപ്പൊ ഈ സാഹചര്യത്തിൽ ജോസ് കെ മാണി എന്ത് ചെയ്യും? പാലായിലേക്ക് തന്നെ തിരിച്ചു വരുമോ? പാലായിലെ കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം തോറ്റുപോകുകയായിരുന്നു. ശ്രീ മാണി സി കാപ്പനോട് തോൽക്കുകയായിരുന്നല്ലോ അവിടെ സംഭവിച്ചത്. ഇല്ലായിരുന്നെങ്കിൽ ശ്രീ ജോസ് കെ മാണി ആയിരുന്നേനെയും ഈ മന്ത്രിസഭയിലെ മന്ത്രിയായിട്ട് റോഷി അഗസ്റ്റിൻ അല്ലായിരുന്നു. ശ്രീ ജോസ് കെ മാണി ജയിച്ചിരുന്നെങ്കിൽ അദ്ദേഹം തന്നെ ആകേണ്ടതായിരുന്നു മന്ത്രി. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായിപ്പോയതാണ്. പക്ഷെ ഇപ്രാവശ്യം ചാൻസ് പോകരുത്, ഒരു തവണ കൂടെ ചാൻസ് പോകരുത്. പ്രത്യേകിച്ച് പാലാ അസംബ്ലി മണ്ഡലം കാത്തു സൂക്ഷിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല, പരമപ്രധാനമായ ചുമതല ശ്രീ ജോസ് കെ മാണിക്കാണ്. തൽക്കാലം അദ്ദേഹത്തിനെ മാറ്റിക്കൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം മാറി നിന്നുകൊണ്ടൊരു സ്ഥാനാർത്ഥിയെ അവിടെ നിർദ്ദേശിക്കാനില്ല. അതാണ് ഇപ്പൊ അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളാണ് ഇപ്പൊ വരുന്നത്. അപ്പൊ നീത് സൂചിപ്പിച്ചില്ല, MP ജോസഫ് IAS, അദ്ദേഹം എന്ന് പറയുന്നത് ജോസ് കെ മാണിയുടെ അളിയനാണ്, സഹോദരിയുടെ ഭർത്താവാണ്. അദ്ദേഹം പിന്നെ കേരളത്തിൽ ഉണ്ടായിരുന്ന ഒരു IAS മികച്ച ജില്ലാ കളക്ടറായിട്ടൊക്കെ ഇരുന്ന വളരെ മിടുക്കനായ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ അങ്ങനെ വളരെ നല്ല ട്രാക്ക് റെക്കോർഡുള്ള ഉദ്യോഗസ്ഥനാണ്. അത് ജോസ് കെ മാണിയുടെ സഹോദരിയുടെ ഭർത്താവും കൂടാണ്. പക്ഷേ അദ്ദേഹം റിട്ടയർ ചെയ്ത ശേഷം അദ്ദേഹം ചില അദ്ദേഹം രാഷ്ട്രീയത്തിൽ ചില താല്പര്യങ്ങളൊക്കെ പറഞ്ഞു. ആ സമയത്ത് എന്താണെന്ന് അറിഞ്ഞുകൂടാ, എന്തോ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ അദ്ദേഹത്തിന് പ്രവേശനം കിട്ടിയിരുന്നില്ല, അല്ലെങ്കിൽ സീറ്റോ മറ്റു കാര്യങ്ങളോ അദ്ദേഹത്തിന് കിട്ടിയിരുന്നില്ല. അന്ന് ചില വിഷയങ്ങളൊക്കെ ഇത് സംബന്ധിച്ചുണ്ടായി, ചില തർക്കങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായ സമയത്ത് അന്ന് കേട്ടിരുന്നത് 2021-ൽ മറ്റൊരു കേരള കോൺഗ്രസ് ജോസഫ് അതായത് മാണി വിഭാഗത്തിനെതിരായിട്ട് നിൽക്കുന്ന ഗ്രൂപ്പാണ്. അവർ രണ്ടുപേരും 2 ധ്രുവങ്ങളിലാണ് നിൽക്കുന്നത്. അപ്പൊ ജോസഫ് ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥിയായിട്ട്
ശ്രീ MP ജോസഫ് പാലായിൽ ജോസ് കെ മാണിക്കെതിരെ, അതായത് അളിയനെതിരെ അളിയൻ മത്സരിക്കും എന്നൊരു പ്രചരണം ഉണ്ടായിരുന്നു. എന്നാലോചിച്ച് നോക്കി, ഒരു കുടുംബത്തിലെ പരസ്പരം മത്സരിക്കുകയാണ്. അവർക്ക് കിട്ടാവുന്ന ബന്ധുക്കളുടെ വോട്ടുകളിലൊക്കെ സ്വാഭാവികമായിട്ട് സ്പ്ലിറ്റ് ഉണ്ടാകും. സഭാ വോട്ടുകളില് അല്ലെങ്കിൽ അതിന്റെ ബേസ് വോട്ടുകളിലൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ്. എന്തായാലും MP ജോസഫ് അവിടെ മത്സരിച്ചില്ല. അദ്ദേഹം തൃക്കരിപ്പൂരിലേക്കാണ് പോയത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പില് ശ്രീ E.K. നായനാരൊക്കെ ജയിച്ചിട്ടുള്ള കാസർഗോഡ്, അവിടെ തൃക്കരിപ്പൂർ മണ്ഡലമാണ്. തൃക്കരിപ്പൂർ എന്ന് പറഞ്ഞാൽ CPM-ന്റെ നമുക്ക് വൻ ശക്തി കേന്ദ്രമാണ്. അവിടെ വർഷങ്ങളായിട്ട് തന്നെ അവർ ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിലേക്കാണ് മത്സരിക്കാൻ പോയത്. എങ്കിൽ പോലും ചെറിയ മാർജിനാണ്, ഏതാണ്ട് 20,000 വോട്ടിന്റെ വ്യത്യാസം. അവിടെ ജയിച്ച ശ്രീ രാജഗോപാൽ എന്ന് പറഞ്ഞ MLA 82,000 വോട്ട് പിടിച്ചപ്പോഴ് ഇത് വലിയ വ്യത്യാസമില്ലാതെ വോട്ട് പിടിച്ചു. 60,000-ൽ പരം വോട്ടുകൾ, ഏതാണ്ട് 60,000-ലപ്പുറം വോട്ടുകൾ ശ്രീ MP ജോസഫ് അവിടെ പിടിച്ചിരുന്നു. UDF അദ്ദേഹത്തെ അതിശക്തമായിട്ട് പിന്തുണയ്ക്കുകയൊക്കെ ചെയ്തിരുന്നു, ശക്തമായിട്ട് പിന്തുണ കൊടുത്താണ്. അപ്പൊ അങ്ങനെ ഒരു വലിയ അനുഭവ പാരമ്പര്യം ഇപ്പൊ അദ്ദേഹത്തിന് കിട്ടി തൃക്കരിപ്പൂരിൽ മത്സരിച്ച ശേഷം. ഇപ്പോൾ രാഷ്ട്രീയ വൃത്തങ്ങളിൽ കേൾക്കുന്ന ഒരു സൂചന, ശ്രീ MP ജോസഫ് തിരിച്ചു വീണ്ടും പാലായിലേക്ക് വരുമോ എന്നൊരു സംശയമുണ്ട്. കാരണം അദ്ദേഹത്തിന് ജോസഫ് ഗ്രൂപ്പോ ഏതെങ്കിലും കേരള കോൺഗ്രസ് വിഭാഗം സീറ്റ് കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ UDF-ന്റെ ഏതെങ്കിലും കക്ഷികളെ സീറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം പാലായിൽ മത്സരിച്ചെങ്കിൽ എന്ത് ചെയ്യും? മത്സരിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ജോസ് കെ മാണി പാലായിലാണെന്ന് ഒരു ഏകദേശ ധാരണ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയുണ്ടെങ്കിൽ സ്വന്തം അളിയനായി അദ്ദേഹം മത്സരിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? അവിടെയാണ്. അപ്പൊ അവർ രണ്ടുപേരും പരസ്പരം മത്സരിക്കുന്നു. ഒരു കുടുംബത്തിലെ അംഗങ്ങൾ പരസ്പരം മത്സരിക്കുന്നു. അതിനോടൊപ്പം തന്നെയാണ് മാണി സി കാപ്പൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം മണ്ഡലത്തിൽ നല്ല സ്വാധീനം, അല്ലെങ്കിൽ തന്നെ അവർക്കൊരു ബേസ് ഉണ്ട്. അതിലുപരിയായിട്ട് 5 വർഷം ആ മണ്ഡലം നിറഞ്ഞു നിന്ന പ്രവർത്തനം നടത്തിയതാണ്. അപ്പൊ മാണി സി കാപ്പനും വരും. അപ്പൊ ഒരു ത്രികോണ മത്സരത്തിന്റെ സാധ്യതയാണ് അവിടെ തെളിഞ്ഞു വരുന്നത്. ഇതിൽ നിന്ന് ആര് രക്ഷപ്പെടും? വലിയ ചോദ്യമായിട്ടാണ് വരാൻ പോകുന്നത്. അതേപോലെ തന്നെയാണ് ഇപ്പൊ BJP-യുടെ സ്ഥാനാർത്ഥിയെ കുറിച്ചും ചില സൂചനകളൊക്കെ കേൾക്കുന്നുണ്ട്. BJP-യുടെ സ്ഥാനാർത്ഥിയായിട്ട് ശ്രീ ഷോൺ ജോർജ്, അതായത് PC ജോർജിന്റെ മകനായ ഷോൺ ജോർജ് വരുമെന്നാണ് പറയുന്നത്. ഷോൺ ജോർജിനെ അവിടെ മത്സരിപ്പിക്കുക എന്നുള്ളത്, ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാല് കേരള രാഷ്ട്രീയം ശ്രദ്ധിക്കപ്പെടുന്ന, ഒരുപക്ഷെങ്കില് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന മണ്ഡലങ്ങളിൽ ഒന്നായിട്ട് പാലാ മാറുമോ എന്നുള്ളതാണ് ഇപ്പൊ സംശയം വരുന്നത്. അതിനുള്ള സാധ്യതകൾ വളരെയേറെ തെളിഞ്ഞു വരികയാണ്. ഇവര് 4 പേരും കൂടാണ് മത്സരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കുക. ശ്രീ ജോസ് കെ മാണിയും അദ്ദേഹത്തിന്റെ അളിയൻ MP ജോസഫും, അതോടൊപ്പം തന്നെ മാണി സി കാപ്പനും, BJP-യുടെ സ്ഥാനാർത്ഥിയായിട്ട് ഷോൺ ജോർജ് മത്സരിക്കുക. ഒന്നും പ്രവചിക്കാൻ പറ്റത്തില്ല, ഒരു തരത്തിലും പ്രവചിക്കാൻ. കാരണം ഈ മണ്ഡലത്തെ അറിയാവുന്ന സമുദായ വോട്ടുകള്, സഭാ വോട്ടുകള്, അല്ലെങ്കിൽ രാഷ്ട്രീയ വോട്ടുകള്, ഇതിനെയൊക്കെ ഓരോരോ ഘടകങ്ങളെയും, അല്ലെ വ്യക്തിപരമായ വോട്ടുകൾ, ഇതിനെയെല്ലാം സ്വാധീനിക്കാൻ കഴിയുന്ന 4 സ്ഥാനാർത്ഥികളാണ് ഇവരിൽ ആരൊക്കെ എങ്ങോട്ടൊക്കെ വരുമെന്ന് പറയാനൊക്കത്തില്ല. അതുകൊണ്ട് തൽക്കാലം നമുക്ക് വളരെയേറെ കേരള രാഷ്ട്രീയം കാണാൻ പോകുന്ന ഏറ്റവും കൗതുകകരമായ മത്സരമായിരിക്കും, ആവേശകരമായ മത്സരവുമായിരിക്കും. ഇതിൽ എത്ര പേര് അവസാന റൗണ്ടിൽ ഉണ്ടാവുമെന്ന് പറയാനൊക്കത്തില്ല. എന്തായാലും ഒരു ചതുഷ്കോണ മത്സരത്തിന്റെ സാധ്യതയാണ് തെളിഞ്ഞു വരുന്നത്. ഇദ്ദേഹം UDF-ന്റെ സ്ഥാനാർത്ഥിയാണെങ്കിൽ മാണി സി കാപ്പൻ അങ്ങനെ UDF-ന്റെ പൊതുസമ്മതനായിട്ട് നിൽക്കുന്ന ആളാണ്. അപ്പൊ MP ജോസഫോ ചിലപ്പോൾ ഒരു പക്ഷെങ്കില് മാണി സി കാപ്പനോ ആയിരിക്കും. ചിലപ്പോൾ ഒരാൾ മാറിക്കൊടുക്കാം, ആരെങ്കിലും ഒരാൾ മാറാം. മാണി സി കാപ്പൻ ഇപ്പോഴും പറയുന്നത്, വേണേ ജോസ് കെ മാണി UDF-ലേക്ക് വന്നോട്ടെ, പക്ഷെ പാലാ സീറ്റ് ഞാൻ വിട്ടുകൊടുക്കത്തില്ലെന്നാണ് പറയുന്നത്. അപ്പൊ ആ അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പൊ ഇവരിൽ ആരെങ്കിലും ഒരാളിനോടൊരു സാധ്യതയുണ്ട്. ഒരു പക്ഷേ MP ജോസഫ് ആയിരിക്കാം, അല്ലെങ്കിൽ മാണി സി കാപ്പൻ ആയിരിക്കും. എന്തായാലും ചതുഷ്കോണമാണെങ്കിലും ശരി, ത്രികോണമാണെങ്കിലും ശരി, ഈ വരാൻ പോകുന്ന ഈ 2024 നിയമസഭാ തെരഞ്ഞെടുപ്പ് വളരെയേറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മണ്ഡലമായിരിക്കും പാല. അത് ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ ഭാവിയും അവിടെ തീരുമാനിക്കപ്പെടും. അദ്ദേഹം പറഞ്ഞില്ല, അദ്ദേഹത്തിന് എടുത്ത നിലപാടിനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഒരിക്കൽ കൂടി എന്തെങ്കിലും പാലായിൽ മറ്റേ തരത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വളരെ വില കൊടുക്കേണ്ടി വരും, രാഷ്ട്രീയമായിട്ട് വളരെയേറെ വില കൊടുക്കേണ്ടി വരും. ഈ പറയുന്നത് പോലെ റോഷി അഗസ്റ്റിൻ അങ്ങനെയൊക്കെയുള്ള മറ്റ് MLA-മാരുണ്ട്, ജയിച്ച MLA-മാരുണ്ടായിരുന്നില്ല. ഇപ്രാവശ്യത്തെ തന്നെ 5 പേരുണ്ട്. അതിൽ റോഷി അഗസ്റ്റിൻ ഏതാണ്ട് ഒരു വലിയ പാർട്ടിക്കകത്ത് വലിയ സ്വാധീനം ഉറപ്പിക്കുന്ന നിലയിൽ അദ്ദേഹം വളർന്നു കഴിഞ്ഞു. അദ്ദേഹം ജയിക്കുന്ന ഒരു സാഹചര്യം വീണ്ടും വരികയാണെന്നുണ്ടെങ്കിൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും, അല്ലെ ആരായിരിക്കും എന്ന നേതൃത്വത്തിലേക്ക് വരുന്നത്? ഇത്തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടി വരും. എന്തായാലും പാലാ നമുക്ക് വളരെ കൗതുകരമായ ഒരു മത്സരത്തിലേക്കാണ് വരാൻ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്.